തുർക്കിയുടെ ലക്ഷ്യം വെളിപ്പെടുത്തുകയും ഒപ്പം തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടുകൂടി ഇറാൻ പമ്പ കടക്കുകയാണ്. സിറിയയിൽ നിന്ന് ഡമാസ്കസ് ആണ് ഇനി തങ്ങളുടെ ലക്ഷ്യമെന്ന് തുർക്കി വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം ഇപ്പോൾ സിറിയയിൽ ആക്രമണം നടത്തുന്നതും സിറിയയുടെ ബഹുഭൂരിപക്ഷവും പിടിച്ചടക്കിയത് തുർക്കി പിന്തുണയ്ക്കുന്ന ഭീകര ഗ്രൂപ്പായ HTS ആണ്. അൽ ഖ്വയ്ദയുടെ ബ്രാഞ്ചാണ് HTS. അവർ സിറിയയിൽ സംഹാരതാണ്ഡവമാടുമ്പോൾ സിറിയയിലുള്ള സൈനികരെയും സൈന്യ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഇറാൻ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ തന്നെ അവിടെ നിന്ന് ഇറാൻ്റെ സൈനികരെയും സൈന്യ ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ഒഴിപ്പിച്ച് ഇറാനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഉള്ള പ്രസിഡന്റ് ബാഷർ അൽ അസദിന് ഇനി നിലനിൽക്കാൻ കഴിയില്ല എന്നും ഇറാനോ മറ്റുള്ളവരോ പിന്തുണച്ചാലും നിലനിൽക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇറാൻ സൈനികർ ജീവനും കൊണ്ട് പലായനം ചെയ്യുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഡമാസ്കസിലെ ഇറാൻ എംബസിയിൽ നിന്നും അവരുടെ പൗരന്മാരോട് പലായനം ചെയ്യാനും ഇറാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു ചോദ്യം അവശേഷിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രയേലിനെ തീർത്തുകളയും തകർത്തുകളയും എന്നൊക്കെ വീമ്പ് പറഞ്ഞ് ഇറാനാണ് ഇപ്പോഴൊരു ഭീകര സംഘടനയോട് പിടിച്ചു നിൽക്കാനാവാതെ സ്വന്തം സൈന്യത്തെ സിറിയയിൽ നിന്നും പിൻവലിച്ച് രാത്രിക്ക് രാമായണം പലായനം ചെയ്യേണ്ടി വന്നത്. ഇവിടെ എർദോഗൻ, തുർക്കി പ്രസിഡന്റ് എർദോഗനാണ് ഒരു ഹീറോയായി ഉയർന്നു വരുന്നത്. എർദോഗൻ്റെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ഈ ഭീകരന്മാർ സിറിയയുടെ ഭരണം അല്ലെങ്കിൽ സിറിയൻ രാജ്യം പിടിച്ചെടുക്കുന്നത്. ഏതാണ്ട് എർദോഗൻ പറയുന്നത് താൻ മുമ്പ് പലവട്ടം നിലവിലുള്ള സിറിയൻ പ്രസിഡന്റ് അസദുമായി ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. പക്ഷേ അസദ് അതിന് താല്പര്യം പ്രകടിപ്പിക്കാത്തതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. ഏതായാലും ഇറാൻ സൈനികരെല്ലാം ജീവനം കൊണ്ട് പമ്പ കടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.